നമസ്കാരം. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എത്രയും വേഗം സർക്കാർ സർവീസിൽ എത്തുക എന്നുള്ളതാണ്. അങ്ങനെ സർക്കാർ സർവീസിൽ എത്താൻ വേണ്ടിയിട്ട് ആ കടമ്പ കടക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് മത്സര പരീക്ഷയും മറ്റ് സാധാ പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ആഗ്രഹം എത്രയും വേഗം സാധിക്കുകയുള്ളൂ. പല പരീക്ഷകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷകളൊക്കെ എങ്ങനെയായിരുന്നു? ആ പരീക്ഷകളൊക്കെ ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഉത്തരങ്ങൾ നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോയി എഴുതുകയായിരുന്നു ചെയ്തത്. എന്നാൽ മത്സര പരീക്ഷയിലോട്ട് വരുമ്പോൾ ചോദ്യവും നമുക്ക് തന്നിട്ടുണ്ട്, ഉത്തരവും നമുക്ക് തന്നിട്ടുണ്ട്. ചോദ്യവും ഉത്തരവും തന്നിട്ട് പോലും നമുക്ക് മത്സര പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ പഠന രീതി, പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല എന്നല്ലേ അതിനർത്ഥം? അപ്പോൾ എങ്ങനെയാണ് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത്? മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് 3 കാര്യങ്ങളാണ് ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു അധ്യാപകന്റെ സഹായത്തോടു കൂടി പഠിച്ചു തുടങ്ങുക. ആ പരീക്ഷയുടെ സിലബസ് അനുസരിച്ചുള്ള റാങ്ക് ഫയലിന്റെ സഹായത്തോടെ പഠിച്ചു തുടങ്ങുക. സെൽഫ് സ്റ്റഡിയോ കമ്പൈൻ സ്റ്റഡിയോ ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇത് മാത്രമല്ല ഒരു മത്സര പരീക്ഷയെ വിജയിയാക്കുന്നത്. ആ ഘടകമാണ് പല ഉദ്യോഗാർത്ഥികളും മറന്നു പോകുന്നതും അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തുന്നതും. അത് എന്താണ്? അത് പരീക്ഷകളാണ്. ഞാൻ പറഞ്ഞല്ലോ, മത്സര പരീക്ഷയുടെ പ്രത്യേകത ചോദ്യവും തന്നിട്ടുണ്ട്, ഉത്തരവും തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിനർത്ഥം പരീക്ഷകളെ എഴുതി പരിശീലിക്കുന്ന ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ടത്, ദിവസവും മാതൃകാ പരീക്ഷകൾ എഴുതുക. 2 തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളാണ് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്. സിലബസ് അനുസരിച്ച് മുഴുവൻ ഭാഗങ്ങളും പഠിച്ചിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾ, എന്നാൽ സിലബസ് എന്താണെന്ന് പോലും അറിയാതെ ചുമ്മാതെ കയ്യും വീശിപ്പോയി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ. ഈ 2 കൂട്ടർക്കും 50% ലിസ്റ്റിൽ വരാനുള്ള സാധ്യത. എങ്ങനെയാണ് 2 കൂട്ടർക്കും 50%? ഒന്ന് മത്സര പരീക്ഷയാണ്, ഉത്തരവ് അതിൻ്റെ അകത്തുണ്ട്, ഏതെങ്കിലും ഒന്ന് കർപ്പിച്ചാൽ മതി. 50% സാധ്യത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ അവന് കർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അവനും ലിസ്റ്റിൽ വരും. എന്നാൽ മുഴുവൻ പഠിച്ചു പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും 50% സാധ്യതയേ ഉള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം, ഒരു ചോദ്യം എടുക്കുന്നു, അതിന് ഉത്തരം ചെയ്യാൻ ശ്രമിക്കും. 4 ഓപ്ഷനുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 4 ഓപ്ഷനുകൾ കൊടുക്കാൻ നേരത്ത് എ എന്ന് പറഞ്ഞ ഓപ്ഷനും, ബി എന്ന് പറഞ്ഞ ഓപ്ഷനും, സി എന്ന് പറഞ്ഞ ഓപ്ഷനും, ഡി എന്ന് പറഞ്ഞ ഓപ്ഷനും, അവൻ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. അവൻ അവിടെ നേരിടുന്നത് കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചിട്ട് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് ഉത്തരം തിരഞ്ഞെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ദിവസവും പരീക്ഷകൾ എഴുതി പരിശീലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എക്സാം ഹാളിൽ നമുക്ക് വിയർപ്പൊഴുക്കേണ്ടതായി വരും. അപ്പോൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത്, ദിവസവും ചെയ്യേണ്ട കടമ്പ, എല്ലാ ദിവസവും മാതൃകാ പരീക്ഷകൾ എഴുതി പരിശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മഹാവിജയാശംസകൾ നേരുന്നു. നന്ദി.